ഹലോ ഗായ്സ്, ബ്ലോഗ് കലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെ കേട്ടോ. ഇവിടെ കൊറോണയൊക്കെ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. മാസ്ക് ഒന്നും ഇല്ലാതെ വെളിയിറങ്ങാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഫോർട്ട് ഹെൻറി നാഷണൽ ഹിസ്റ്റോറിക് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കിങ്സ്റ്റണിലാണ്. ഒണ്ടാരിയിൽ തന്നെയുള്ള കിങ്സ്റ്റണിൽ. ഇപ്പം ഞാൻ കിച്ചണറാണല്ലോ. കിച്ചണറിൽ നിന്നൊരു 3.5 മണിക്കൂർ ഉണ്ട് യാത്ര. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം അവരാണ് പറഞ്ഞത് ഈ സ്ഥലം അടിപൊളിയാണ് എന്ന്. അപ്പം സംഭവം ഒന്ന് കാണാനും എങ്ങനെയാണ് സെറ്റപ്പൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഈ സ്നോയിൽ കളിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ കാണുന്നത്. പിള്ളേർ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആയിട്ട് വന്നിട്ട് ചുമ്മാ അതിന് മേടിക്കരുത് ഒറ്റ പോക്കാം താഴോട്ട്. താഴെ പിള്ളേർ നിൽക്കുന്നുണ്ടോ അവിടം വരെ. ഇവരിങ്ങോട്ട് പോകാൻ തോന്നുന്നു. നോക്കാം, നമുക്ക് അവർ പോകുന്ന നോക്കാം. റേസാന്ന് തോന്നുന്നു. ദീദി വീണ് അടിപൊളി. പിള്ളേരൊക്കെ ഇതൊക്കെ ഒരു സന്തോഷം. ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡാണിത്. കിങ്സ്റ്റണിൻ്റെ ഒരു ഭാഗമാണിത്. അവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കും. ഒന്നും കാണുകയില്ല, വെള്ളമാണ്. ആ സൈഡിൽ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പർ സൈഡിലേക്ക് പോവാണ്. അപ്പർ സൈഡിൽ കുറേ പേര് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കണ്ടു. അപ്പം നമുക്ക് അപ്പർ സൈഡിലൊന്നും വേണം. കൂടുതൽ ആൾക്കാർ ഇറങ്ങിയപ്പോൾ പിള്ളേർക്ക് അവധിയാകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ മണ്ണ് വാരി കളിക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും മഞ്ഞത്ത് സ്നോ ബോർഡിങ് അതും ഇതും ഒക്കെ ആയിട്ട്. ചട്ടയൊക്കെയായിട്ട് വന്നിരിക്കണം.
ചെറിയ കപ്പലൊക്കെ കാണാമല്ലോ. പിന്നെ പിള്ളേരൊക്കെ മേളിൽ കയറിയിരിക്കുക, ഏറ്റവും മേളിൽ കയറിയിരിക്കുക. ഞാൻ അന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ചിക്കോപ്പി എന്ന് പറഞ്ഞ സ്ഥലം, കിഷ്ണറത്തിനുള്ള ചിക്കോപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്നോ ടൂബിങ്ങിന് പോയതിൻ്റെ വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുമ്പ് ലൈവ് ഇട്ടായിരുന്നു. അതേ ഒരു സെറ്റപ്പിലുള്ള പിള്ളേർ ഏറ്റവും മേളിൽ കയറി നിൽക്കുക സ്നോ ബോർഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സ്നോയിൽ കൂടി വരഞ്ഞു പോകാൻ വേണ്ടി. അപ്പോൾ ദൂരെ ഒരു ഷിപ്പ്, ചെറിയൊരു ഷിപ്പ് പോകുന്നുണ്ട്. വേണ്ട ഒരു പെണ്ണ് ചുമ്മാ ഒന്നും വീഴും. പട്ടിക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഓടിച്ചിട്ട് പിടിക്കാനാ പോകാതെ. ദേ അവനൊക്കെ ചെന്നു. പട്ടിയൊക്കെ ആയിട്ട് മേളിൽ വന്ന് നിൽക്കുക, പിള്ളേർ കളിക്കുന്ന കാണാൻ വേണ്ടി. പിന്നെ മേളിൽ നിന്നുള്ള വ്യൂ അയ്യോ എന്ത് പറയാ, താഴെ വരെ പോയിട്ട് നാരായണപുരാന്തൻ്റെ കാര്യം പറഞ്ഞത്, താഴെ വരെ പോയിട്ട് പിന്നെ സാധനം കൊണ്ട് മേളിൽ വരിക. എന്നിട്ട് കുറച്ച് അതിൻ്റെ എനിക്ക് തോന്നുന്നു ആ പുള്ളിയുടെ മോളം കാണാൻ തോന്നുന്നു. അവരെ നോക്കി ചുമ്മാ നോക്കിയിരിക്കുക അതിനെപ്പറ്റി. What's his name? Sembe. Sembe. Oh, that's a different one. Hi, how was that? പ്രധാന വിഷയം ഇതൊന്നുമല്ല. ഇതിന് മേളിൽ ഞാൻ കയറി, ഞാൻ എങ്ങനെ വെളി ഇറങ്ങുമെന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. കാരണം ബൂട്ടൊക്കെ ആണ് ഇട്ടേക്കുന്നത്, പക്ഷേ നല്ല തെന്നിച്ചയാണ്. I'm watching. നല്ല തെന്നിച്ചുണ്ട്. ഏതാണ് തെന്നി വീഴുന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം സ്ലോയിലാണ് ഞാൻ ഇറങ്ങണേ. അപ്പം വീണാലും നമ്മൾ മാത്രമേ കാണും. അയ്യോ ഇപ്പം ചെറുക്കാൻ തന്നെ ഇടിച്ചിട്ടത്. കാരണം സംഭവം പൊളിയാണ്. ഇഫ് യു എവർ ഗെറ്റ് ദ ചാൻസ് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഇപ്പം കുറേയധികം സാധനങ്ങളുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ കിങ്സ്റ്റണിൽ ഒരു ഹിസ്റ്റോറിക് സൈറ്റാണ്. അപ്പം നമ്മുടെ പുറയിൽ കാണുന്ന ആ സൈഡിൽ നിന്ന് ഇത് ക്യാനനാണ് അടുത്ത് കാണിക്കാനൊരു വഴിയില്ല. അത് ക്യാനനാണ്. വാർണിംഗ് സൈൻ അതൊരു മിലിറ്ററി സൈറ്റാണ്. മിലിറ്ററി സ്കൂളുണ്ട് താഴെ. അപ്പം ഇങ്ങോട്ട് കയറി വരുന്ന വഴി ഒരു ടാങ്ക്, നമ്മളെ GTA Vice City വിളിച്ചവർക്ക് അറിയാം. ഡാൻസാണ് ഡാൻസർ ചീറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ടാങ്കൊക്കെ വന്ന് വീഴും. അതെടുക്കും, പോലീസുകാരെ കൊല്ലും. അതൊക്കെ ഒരു കാലം. അതൊരു ടാങ്കൊക്കെ അവിടെ താഴെ ഉണ്ട്. ഏതാണല്ലോ ചെറുക്കന്മാരൊക്കെ ചുമ്മാ നടക്കുക, ഒരു പണിയില്ല, ചുമ്മാ മഞ്ഞത്തൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക. അപ്പം ഏതാണ്ടും ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു കൗതുകം തോന്നിയപ്പം ചെയ്തതേ ഉള്ളൂ. എല്ലാവരും ബാക്കി കാണുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ കൂടുതൽ വീഡിയോസ് ഈ മാസങ്ങളിൽ ഈ വീക്കുകളിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും
കല്ലു സൈനിങ് ഓഫ്. ബൈ. ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു, അതാണ് ടാങ്ക്. പാൻസർ. വാട്ട്സ് അപ്പ് ഗായ്സ്? എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഭയങ്കര സൗണ്ടാണ്, കാറ്റിൻ്റെ സൗണ്ടാണ്. ഞാനത് ഇപ്പോഴാണ് ഒന്നുകൂടെ വീഡിയോ ഒന്ന് കണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അതിൻ്റെ സൗണ്ട് എന്തുമാത്രമാണ്, അല്ലെങ്കിൽ കാറ്റിൻ്റെ സൗണ്ട് എന്തുമാത്രമാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിവേയ്സ്, എൻ്റെ ഈ വീഡിയോ ഇതുവരെയായിട്ടും കണ്ട എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ സ്ഥലങ്ങൾ കാനഡയിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ഇടുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേയ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞ് ഒരു 2-3 ദിവസമായി എങ്കിൽ പോലും എനിക്ക് പറയാനൊരു അവസരം കിട്ടിയില്ല. എനിവേയ്സ്, ഹാപ്പി ക്രിസ്മസ്. ന്യൂ ഇയർ ആണ് വരുന്നത്. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത ഇയർ ഒരു അടിപൊളി ഇയർ ആകട്ടെ. ഈ ഇയർ പോലെ ആകാതെ അടുത്ത ഇയർ അടിപൊളി ഇയർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇറ്റ്സ് മീ കല്ലു സൈനിങ് ഓഫ്. ബൈ.